അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 01 നാപ്സാക്ക് പ്രോബ്ലം എന്താണെന്നുള്ളതൊരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഒരു ഇൻട്രോ പോലെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ഒരു റീക്യാപ്പ് പോലെ തരാം. നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണതിന് ഒരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ ആ അൽഗോരിതത്തിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടേബിള് കൺസ്ട്രക്റ്റ് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ ആ ടേബിളിൻ്റെ റോ എന്ന് പറഞ്ഞാൽ റോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന ടോയ്സും, പിന്നെ അതേപോലെ കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ വെയിറ്റ് ലിമിറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ വെയിറ്റ് മാക്സിമം കപ്പാസിറ്റി 7 ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ 0 തൊട്ട് 7 വരെയുള്ള വെയിറ്റ് ഓരോ കോളമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റിൽ നമുക്ക് എത്ര സാധനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്താണ് ഈ ഒരു ടേബിൾ ഇൻക്രിമെൻ്റ് ചെയ്ത് പോണത്. എപ്പോഴും ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലിമിറ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ഫൈനലി ആണ് നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം എത്രത്തോളം ജോയ് അല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഐറ്റംസ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ അൽഗോരിതം ആദ്യം ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അൽഗോരിതം ഡിസ്കസ് ചെയ്യണേക്ക് മുന്നേ ടേബിള് ഏതാണ്ട് ഈ ഒരു ഫോമിലായിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ റോസ് എന്ന് പറയുന്നത് ഐറ്റം ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ ഓരോ കോളം നമ്മൾ W വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണേ. അതായത് വെയിറ്റ് നമ്മൾ 0 തൊട്ടിട്ട് മാക്സിമം പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള ബാഗിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണോ അവിടം വരെ കൊണ്ടുവരും. ഇപ്പം നമ്മളുടെ എക്സാമ്പിളിൽ 7 ആയതുകൊണ്ട് വെയിറ്റ് 0 തൊട്ട് 7 വരെ കോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഐറ്റത്തിനെ നമ്മൾ I വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇതെല്ലാം PPTയിലും ഞാൻ പേജസിൽ ആഡ് ചെയ്തിട്ടില്ല ഈ ഐയുടെ കേസ്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചേക്കണം. അതായത് നമ്മൾ I0 തൊട്ടിട്ട് 4 വരെ, I0 എന്ന് പറയുന്നത് ഒരു ടോയ്സും സെലക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ ഉള്ളതാണ് ആ ഒരു റോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് കറസ്പോണ്ടിങ് ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ ഉള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. ഇനി അൽഗോരിതം. അപ്പോൾ അൽഗോരിതം ഇപ്പം ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, ചിലപ്പോൾ ഒന്നും തന്നെ മനസ്സിലാവില്ല. പക്ഷേ ഇനി നമ്മളിതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ അൽഗോരിതം ഒന്നുകൂടി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ എഴുതി ഉണ്ടാക്കാനും പറ്റും. ആ ഒരു രീതിക്കാണ് ഞാൻ ഈ PPT സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൽഗോരിതം നോക്കാം. അൽഗോരിതം ഇതൊരു ഫംഗ്ഷനായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഫംഗ്ഷനിൽ നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, WT എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അതായത് വെയിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ N എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം എത്ര സാധനങ്ങൾ ഉണ്ടെന്നുള്ളത്. അതായത് ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 ഐറ്റംസ് ഉണ്ട്. ആ ഒരു N വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് 4 എന്നുള്ള ആ ഒരു വാല്യൂ ആണ്. പിന്നെ W എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ഓരോ ഐറ്റത്തിൻ്റെ വെയിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫോർ ലൂപ്പ് പോകുന്നുണ്ട്. ഈ ഫോർ ലൂപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ഒരു ടേബിൾ നോക്കുക. ടേബിൾ നോക്കുമ്പോൾ ഇവിടെ നോ ടോയ്സ് എന്നും പറഞ്ഞിട്ടൊരു റോ ഉണ്ട്. നോ ടോയ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടോയ്സിനെയും നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു ടോയ്സ് എടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു റോയിൽ എന്താണ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതേപോലെ ഈ അറ്റം വരെ 0 തൊട്ട് 7 വരെ നമ്മൾ 0 ഫില്ല് ചെയ്യണം ആ ഒരു വാല്യൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോർ ലൂപ്പാണത്. അടുത്ത സ്ലൈഡിൽ ഇത് ഫില്ല് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കോഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി അടുത്ത് വരുന്ന കോഡുകൾ എന്ന് പറഞ്ഞാൽ 2 ഫോർ ലൂപ്പ് ഉണ്ട്. ഈ 2 ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടേബിളിലുള്ള ഓരോ സാധനങ്ങൾ ട്രാവേഴ്സ് ചെയ്യാൻ, ഓരോ എലമെൻറ്റ് നമുക്ക് ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഫോർ ലൂപ്പാണ് എഴുതിയിട്ടുള്ളത്. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉള്ള ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ആ ഇഫും എൽസും ബേസ് ചെയ്തിട്ടാണ് ഇതിൽ എന്ത് വാല്യൂ ആണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാർട്ട്
ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ മൊത്തം 0 ഫില്ല് ചെയ്യാനും പിന്നെ വരുന്ന ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി ഓരോ ഐറ്റം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐട്രേഷനുള്ള ആ ഒരു ലൂപ്പുകളാണ്. നമ്മളിപ്പോൾ C++ൽ മെട്രിക്സിൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിലപ്പോൾ നമ്മൾ ഓരോ എലമെൻ്റ് ആക്സസ് ചെയ്യാൻ നമ്മൾ നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തേ, ആ സെയിം കോൺസെപ്റ്റ് തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സ് അടുത്ത എക്സാമ്പിളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടേബിൾ ഫില്ല് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ റോ നമ്മൾ ഒരു ടോയ്സും കൺസിഡർ ചെയ്യണില്ല. അതുകൊണ്ട് റോ ഫസ്റ്റ് ഉള്ളത് നമ്മൾ ഫുള്ള് 0 വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് കോളത്തിൽ വെയിറ്റ് നമ്മുടെ ബാഗിന് 0 ആണ്. അതായത് ബാഗിൻ്റെ അകത്ത് ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അസംഷൻ. അപ്പം ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ആ ഒരു വാല്യൂ 0 ആയിട്ടാണ് ഈ ഒരു കോളം ഫുള്ള് വരിക. അതായത് ഈ വെയിറ്റിൻ്റെ കോളം നമ്മൾ 0 ആയിട്ട് ഫില്ല് ചെയ്യുന്നു. പിന്നെ അതേപോലെ നോ ടോയ്സ്, അതായത് ടോയ്സ് പിക്ക് ചെയ്യണ്ട എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു റോയും 0 ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇനിഷ്യൽ ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് നമുക്ക് ഓരോ ഐറ്റം വെച്ചിട്ട് ഐട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഐറ്റം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ടെഡി ബെയറിൻ്റെ ഐറ്റം ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടെഡി ബെയറിൻ്റെ ഐറ്റം ഫില്ല് ചെയ്യാൻ നമുക്കിവിടെ ആ ഒരു ഇഫിൻ്റെ അകത്തുള്ള ആ ഒരു കണ്ടീഷൻസ് ഉണ്ടല്ലേ, നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് കണ്ട കണ്ടീഷൻ, ആ കണ്ടീഷനാണ് ഞാനിവിടെ ഈ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വാല്യൂസ് ഫില്ല് ചെയ്യാൻ. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ W ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ആ ഒരു എലമെൻ്റ് നോക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതല്ല, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇതാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതാണ് ഫില്ല് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഐ എന്താണ്, നമ്മുടെ 1 ആണ്. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ I = 1. വെയിറ്റ് ഇവിടെ 1 ആണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് 1 ആയിട്ട് എടുത്ത്. ഇനി കമ്പാരിസൺ ചെയ്യുക. കമ്പാരിസൺ ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 1-നേലും ഗ്രേറ്റർ ആണോ, അതായത് നമ്മുടെ ഈ നാപ്സാക്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1-നേലും ഗ്രേറ്റർ ആണോ, ആണെങ്കിൽ ഈ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന്ന് എന്താണോ വാല്യൂ കിട്ടുന്നത് അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ V of I, W, അതായത് ഈ ഒരു പോയിന്റിനെയാണ് V of I, W കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. V of I, W എന്ന് പറയുന്നത് V of I - 1. I - 1 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് I - 1, W, അതായത് ഈ ഒരു വാല്യൂവിനെ എടുത്തിട്ട് വേണം ഇവിടെ ഫില്ല് ചെയ്യാൻ. അതായത് ഇവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു എലമെൻറ്റിനെ ഫില്ല് ചെയ്യേണ്ടത്. ഇതൊരു ഐഡിയ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയിരിപ്പിന് ഇതങ്ങോട്ട് മനസ്സിലാവും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ തലയിൽ കയറും. അപ്പോൾ അടുത്ത എലമെൻറ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എൽസ് കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഇതാണ്, ഈ ഒരു എലമെൻ്റാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ 10 കിട്ടി എന്നുള്ളത് ഇനി നോക്കാം. നമ്മളുടെ ഐയുടെ വാല്യൂ അത് തന്നെ, W, അതായത് നമ്മുടെ നാപ്സാക്കിൻ്റെ വെയിറ്റ് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്തു, അതിപ്പോൾ 2 ആയി. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ ഒന്നുകൂടി ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അതായത് വെയിറ്റ് ഓഫ് ഐ, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ വെയിറ്റ് എത്രയാണ്, 2 ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ വെയിറ്റ് 2 ആണ്. 2 > 2 അല്ല, അത് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ഈ ഒരു സംഭവം പിന്നെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ നേരെ എൽസിൻ്റെ പാർട്ടിലേക്ക് പോവുക. എൽസിൻ്റെ പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ എലമെൻറ്റ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ട ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മേളിലുള്ള ആ ഒരു എലമെൻറ്റ് അതിൻ്റെ വാല്യൂ
കോമ നമ്മുടെ ഈ ഒരു ടെഡി ബെയറിൻ്റെ വാല്യൂ അതേ പ്ലസ് നമ്മൾ ഒരു വെയിറ്റ് വെച്ചിട്ടൊരു സബ്സ്ട്രാക്ഷൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഫില്ല് ചെയ്ത് പോവാം. ഈ ഒരു സംഭവത്തിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് വി ഓഫ് ഐ മൈനസ് 1, W. അതായത് 0 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ വി ഓഫ് 1 - 1, വെയിറ്റ് 2 ആണ് ഇപ്പോൾ നാപ്സാക്കിൻ്റെ. അപ്പോൾ വി ഓഫ് 0, 2 അതിൻ്റെ വാല്യൂ ആണ് 0. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ 0 ഈ ഒരു സാധനത്തിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. അതായത് ഐറ്റത്തിൻ്റെ വാല്യൂ പ്ലസ് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഐറ്റത്തിൻ്റെ വാല്യൂ അപ്പം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഐറ്റത്തിൻ്റെ വാല്യൂ 10 ആണ്. ഈ ഒരു 10 എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്ത ആ ഒരു ആഡ് ചെയ്യേണ്ട എലമെൻ്റ് എന്താണോ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വി ഓഫ് ഐ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോയിൽ നമ്മൾ എത്തി. ഫസ്റ്റ് റോയിൽ എന്താണ് വെയിറ്റ് മൈനസ് വെയിറ്റ് ഓഫ് ഐറ്റം. അതായത് ഇപ്പോൾ നാപ്സാക്കിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്നിട്ട് ഐറ്റത്തിൻ്റെ വെയിറ്റ് വെച്ചിട്ട് അത് മൈനസ് ചെയ്യണം. ഐറ്റത്തിൻ്റെ വെയിറ്റ് വെച്ചിട്ട് മൈനസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഐറ്റത്തിൻ്റെ വെയിറ്റ് ഇവിടെ 2 ആണ്. അപ്പോൾ വി ഓഫ് 0, 0 വാല്യൂ എന്താണോ അത് ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ 0യും പിന്നെ 10 ആണ്. അപ്പോൾ നമ്മളിത് കൂട്ടുമ്പോൾ 10 + 0 10 ആണ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട വാല്യൂ നമ്മൾ മാക്സിമം എടുത്ത് നോക്കുമ്പോൾ 0 ആണോ 10 ആണോ മാക്സിമം എന്ന് നോക്കും. 10 ആണ് മാക്സിമം. അങ്ങനെ ഇതിൻ്റെ വാല്യൂ നമ്മൾ 10 ആയിട്ട് എഴുതി. അതായത് മാക്സിമം 10 ആയതുകൊണ്ട് നമ്മൾ ഈ വി ഓഫ് 1, 2ൻ്റെ വാല്യൂ 10 ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അടുത്ത എലമെൻറ്റ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകുമ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ. ഈ സെയിം പ്രോസസ്സിൽ ഐയുടെ വാല്യൂ ഇപ്പോഴും 1 തന്നെയാണ്. ഐയുടെ വാല്യൂ ഇവിടം വരെ ഈ 7th കോളം എത്തണ വരയ്ക്കും 1 തന്നെയാണ്. ഈ W ആണ് ഇൻക്രിമെൻ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടിയും കമ്പയർ ചെയ്യാണ്. ഐറ്റത്തിൻ്റെ വെയിറ്റ് 2 ആണ്. ബാഗിൻ്റെ വെയിറ്റ് 3 ആണ്. 2 3നേലും ഗ്രേറ്റർ ആണോ? അല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എൽസ് പാർട്ടാണ് നോക്കേണ്ടത്. എൽസ് പാർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വി ഓഫ് ഐ, W കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വി ഓഫ് ഐ മൈനസ് W എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഐ മൈനസ് W എന്ന് പറയുമ്പോൾ ഐ എന്ന് പറഞ്ഞാൽ 1, 1 - 1 എന്താണ് 0. പിന്നെ വെയിറ്റ് നാപ്സാക്കിൻ്റെ വെയിറ്റ് ആണ്. നാപ്സാക്കിൻ്റെ വെയിറ്റ് ഇപ്പോൾ 3 ആണ്. അപ്പോൾ വി ഓഫ് 0, 3 വാല്യൂ ആണ് ഇതിൻ്റെ വാല്യൂ ആയിട്ട് വന്നത്. അതായത് 0. ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിൻ്റെ വാല്യൂ അത് നമുക്ക് നേരത്തെ അറിയാം 10 ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ അത് 10 ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു 10. അപ്പോൾ അതും ക്ലാരിറ്റി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിനെ വേറൊരു വാല്യൂ വെച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കിട്ടണം എന്ന് വെച്ചാൽ ഐ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഈ നോട്ട് ടോയ്സ് എന്ന് പറയുന്ന ആ ഒരു റോയിലേക്ക് എത്തി. എന്നിട്ട് നാപ്സാക്കിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3. നാപ്സാക്കിൻ്റെ വെയിറ്റ് മൈനസ് ഐറ്റത്തിൻ്റെ വെയിറ്റ് അതായത് 2. അപ്പോൾ നമ്മളുടെ വാല്യൂ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വി ഓഫ് 0, 3 - 2 അതായത് വി ഓഫ് 0, 1. വി ഓഫ് 0, 1 എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 10 + 0 ചെയ്യുകയാണെങ്കിൽ 10 ആണ് ഇതിൻ്റെ മൊത്തം വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മാക്സിമം എടുക്കണം. 0 ആണോ അതോ 10 ആണോ മാക്സിമം വാല്യൂ എന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 10 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ നമ്മൾ 10 ആയിട്ട് എഴുതി.
ഇനി ഇതേപോലെ നിങ്ങൾ ഈ 7 വരെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നില്ല. ഇത് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് 4 ആക്കുന്ന സമയത്ത് ഉള്ള ആൻസറാണ് ഇവിടെയും 10 തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. സൊല്യൂഷൻ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ വെയിറ്റ് 5 ആക്കുമ്പോൾ ഉള്ള സൊല്യൂഷനാണ്. അവിടെ നമ്മുടെ വാല്യൂ വരുന്നത് 10 ആയിട്ടാണ് നമുക്ക് V(1,5) കിട്ടുന്നത്. ഇനി നാപ്സാക്കിൻ്റെ വെയിറ്റ് 6 ആക്കുന്ന സമയത്ത് നമുക്കപ്പോഴും ആ ഒരു എലമെൻറ്റ് 1,6ൻ്റെ വാല്യൂ കിട്ടുന്നത് 10 ആയിട്ടാണ്. അതിൻ്റെയും സൊല്യൂഷൻ ക്രോസ് ചെക്ക് ചെയ്യുക. ഇത് നാപ്സാക്ക് വെയിറ്റ് 7 ആവുമ്പോൾ നമ്മൾ മാക്സിമം ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ V(1,7ൻ്റെ വാല്യൂവും 10 തന്നെയാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു സെക്കൻഡ് റോയും നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത്. ഇനി അടുത്ത റോ നമുക്ക് ചെക്ക് ചെയ്യാം.